എൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് എന്നെക്കാൾ ടെൻഷൻ അടിക്കുന്ന ലോകത്തിലെ ഏക വ്യക്തി എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ ടെൻഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് അറിയാമോ? ഇവരെ UK വിടണോ, US അയക്കണോ, ജർമ്മനിക്ക് വിടണോ, ഏത് കോഴ്സ് പഠിച്ചാലാണ് ജോലി സാധ്യത, ഇനി പഠനശേഷം എവിടെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്, ഇതൊക്കെയായിരുന്നു അവളുടെ ടെൻഷൻ. ടെൻഷൻ ഇല്ലാത്ത ഒരാളെ ഇവന് സ്കോളർഷിപ്പ് കിട്ടുമോ, എഡ്യൂക്കേഷൻ ലോൺ, എയർ ടിക്കറ്റ്, അങ്ങനെ ഒരു 100 കൂട്ടം ടെൻഷൻ ഉണ്ടായിരുന്ന ആളെ ഇത്. ഇപ്പോൾ ഇവരുടെ സന്തോഷത്തിന് കാരണം എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെ എൻ്റെ എബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ച് ടേക്ക് കെയർ ചെയ്യാൻ ഒരാൾ കൂടി ഉണ്ട് എന്നതാണ്. ആൻഡ് ദെയർ എക്സ്പേർട്സ്. 25 വർഷത്തിലധികം സേവന പാരമ്പര്യമുള്ള GB എഡ്യൂക്കേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ സ്റ്റഡി എബ്രോഡ് കൺസൾട്ടന്റ് ആണ്. 70-ൽ പരം ഗ്ലോബൽ ബ്രാഞ്ചുകളുള്ള GB ഇതിനോടകം തന്നെ 3.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. 950-ലധികം യൂണിവേഴ്സിറ്റികളുടെ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവായ ഇവർക്ക് 10 രാജ്യങ്ങളിൽ ഓഫീസുകളുമുണ്ട്. ഒരു ഇൻക്വയറി കോൾ സെന്റർ എക്സിക്യൂട്ടീവിന്റെ പക്കൽ എത്തുമ്പോൾ തന്നെ സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ പ്രീ വാല്യുവേഷൻ ചെയ്ത് വിദ്യാർത്ഥിയുടെ താൽപര്യം എന്തെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് ഇൻട്രസ്റ്റഡ് കൺട്രി ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പേർട്ട് കൺസൾട്ടന്റുമായി കണക്ട് ചെയ്യുന്നു. ഇവിടെ വിവിധ രാജ്യങ്ങളിലുള്ള വൈവിധ്യമാർന്ന കോഴ്സുകളുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ ഡയറക്റ്റ് റെപ്രസെന്റേറ്റീവ്സിൽ നിന്ന് പരിശീലനം ലഭിച്ച സർട്ടിഫൈഡ് കൗൺസിലർ ആണ് ഇക്കാര്യങ്ങളിലെല്ലാം സ്റ്റുഡൻസിനെ സഹായിക്കാനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. GB-യിലേക്ക് ഒരു ഇൻക്വയറി വരുന്നതു മുതൽ വിസ പ്രോസസ്സിംഗും എല്ലാം പൂർത്തിയാക്കി ഒരു വിദ്യാർത്ഥി തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതുവരെ വളരെ സൂക്ഷ്മമായും തികച്ചും പ്രൊഫഷണലായുമാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയ കൗൺസിലേഴ്സിന്റെ പക്കലെത്തുന്ന ഒരു സ്റ്റുഡന്റിന്റെ പ്രൊഫൈൽ ആദ്യമായി പ്രീ വാല്യുവേഷൻ ചെയ്യപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് ഐഡന്റിഫിക്കേഷൻ, അതായത് സ്റ്റുഡന്റിന്റെ യഥാർത്ഥ അഭിരുചി എന്തെന്ന് തിരിച്ചറിയാൻ പ്രസ്തുത കൗൺസിലർ സഹായിക്കുന്നു. ഞാൻ GB എഡ്യൂക്കേഷന്റെ ഒരു സർട്ടിഫൈഡ് കൺസൾട്ടന്റ് ആണ്. കേരളത്തിലുടനീളം 18 ഓഫീസുകളുള്ള ഞങ്ങൾക്ക് എക്സ്പേർട്ട് കൗൺസിലേഴ്സിന്റെ ഒരു വലിയ ടീം തന്നെ ഉണ്ട്. കൂടാതെ ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റെതായ എക്സ്പേർട്ട് പ്രോസസ്സിംഗ് ടീം വേറെയുമുണ്ട്. സോ മോൻ്റെ പ്രൊഫൈൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏത് രാജ്യം, ഏത് കോഴ്സ്, ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഫണ്ടഡ് സ്കോളർഷിപ്പിന് എലിജിബിൾ ആണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം എന്താണെന്നല്ലേ, ഇവിടെ ഓരോ കൺട്രിക്കും ഓരോ സീനിയർ മാനേജേഴ്സ് ഉണ്ട്. അവരുടെ കീഴിൽ ആപ്ലിക്കേഷൻ ആൻഡ് വിസ പ്രോസസ്സിംഗ് എക്സ്പേർട്സും ഉണ്ട്. പക്ഷെ ഞാനായിരിക്കും നിങ്ങളുടെ സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട്, കോർഡിനേറ്റിംഗ് വിത്ത് ഓൾ ദ എക്സ്പേർട്ട് ഇൻ ഈച്ച് സ്റ്റേജ് ഓഫ് പ്രോസസ്സിംഗ്. ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ, വിസ പ്രോസസ്സിംഗ്, പ്രീ ഡിപ്പാർച്ചർ ആക്ടിവിറ്റീസ്, ഇതിനെല്ലാം ഒരു വ്യക്തിയെ സഹായിക്കുന്നത് സീനിയർ മാനേജേഴ്സ് നേരിട്ടാണ്. വിവിധ നാഷണലൈസ്ഡ് ബാങ്കുകളുമായി GB എഡ്യൂക്കേഷന് അസോസിയേഷൻ ഉള്ളതിനാൽ ലോൺ എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ലോൺ ലഭ്യമാകുന്നതാണ്. GB-ക്ക് നിരവധി രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളുമായി ഡയറക്റ്റ് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് മോന് ഏറ്റവും അനുയോജ്യമായ രാജ്യം കണ്ടെത്താൻ കൺട്രി എക്സ്പേർട്ട് സഹായിക്കും. വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സ് ഓപ്ഷൻസ് ഓഫർ ചെയ്യുന്ന US വേൾഡിലെ ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന രാജ്യമാണ്. സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് ഫീസിൻ്റെ 50% അതിലധികവും സ്കോളർഷിപ്പ് നേടാൻ US-ൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നുണ്ട്. സ്റ്റെം ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് ഹൈ ഡിമാൻഡുള്ള US-ൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പോകുന്ന ഇന്റർനാഷണൽ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. 50% അതിലധികമോ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അവസരങ്ങളും IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത്, മാനേജ്മെന്റ് പ്രൊഫഷണലുകൾക്ക് ഉയർന്ന വേതനമുള്ള ജോലികൾ ലഭിക്കുവാനുള്ള അവസരവും USA മുന്നോട്ട് വയ്ക്കുന്നു. സെപ്റ്റംബർ, ജാനുവരി, മെയ് ഇൻടേക്സ് ഉള്ള US-ൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് കോഴ്സുകൾക്ക് അഡീഷണൽ സ്റ്റേ ബാക്ക് ഓപ്ഷനും ലഭിക്കുന്നു. GRE, GMAT നിർബന്ധമില്ല എന്നുള്ളതും Ivy League പോലുള്ള ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാമെന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഏറ്റവും കൂടുതൽ കോഴ്സ് ഓപ്ഷൻസും യൂണിവേഴ്സിറ്റികളുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുമായ US ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ ആവറേജ് സാലറിയും ഉന്നത ജീവിത നിലവാരവും പ്രദാനം ചെയ്യുന്നു. എഞ്ചിനീയറിംഗ്, IT, ബിസിനസ് മേഖലകളുടെ ഓപ്പർച്യൂണിറ്റി ഹബ്ബായ ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ സ്റ്റുഡൻറ് പ്രൊഫൈൽ അനുസരിച്ച് ഫ്രീ എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നവയാണ്. മാത്രമല്ല, ജർമ്മനി ഒരു ഷെങ്കൻ രാജ്യമായതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് 29 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അവസരങ്ങൾ ലഭിക്കുന്നത്.
ജർമ്മൻ ഭാഷ നിർബന്ധമില്ലാത്ത ഒരു ഷെങ്കൻ രാജ്യമായ ജർമ്മനിയിൽ പഠിക്കുന്നവർക്ക് മറ്റ് 29 രാജ്യങ്ങളിൽ കൂടി അവസരങ്ങളുണ്ട്. 50% മാത്രം മാർക്കുള്ളവർക്ക് ജർമ്മൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ സ്വീകാര്യതയുണ്ട്. ഉയർന്ന എംപ്ലോയ്മെന്റ് റേറ്റുള്ള ജർമ്മനി തികച്ചും ഒരു PR സൗഹൃദ രാജ്യമാണ്. ഓപ്പർച്യൂണിറ്റി ഹബ് ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്നറിയപ്പെടുന്ന ജർമ്മനിയിൽ അവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള അവസരവുമുണ്ട്. മിക്കവാറും മൾട്ടിനാഷണൽ കമ്പനികളുടെ യൂറോപ്യൻ ഹെഡ്ക്വാർട്ടേഴ്സ് കൂടിയായ അയർലൻഡ് യൂറോപ്പിന്റെ സിലിക്കൺ വാലി എന്നുകൂടി അറിയപ്പെടുന്ന രാജ്യമാണ്. ധാരാളം ജോബ് ഓക്യുപ്പേഷൻസ് അയർലൻഡിന്റെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റായ ക്രിട്ടിക്കൽ സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അയർലൻഡ് ഒരു PR ഫ്രണ്ട്ലി കൺട്രി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ലെസർ ഡ്യൂറേഷൻ കോഴ്സുകളുള്ള അയർലൻഡ് യൂറോപ്പിലെ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യം കൂടിയാണ്. സിലിക്കൺ വാലി ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് അയർലൻഡ്. നിരവധി മൾട്ടിനാഷണൽ കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. വളരെയധികം PR ഫ്രണ്ട്ലി ആയ ഈ രാജ്യത്ത് ക്രിട്ടിക്കൽ സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫാർമസി, മെഡിക്കൽ ടെക്നോളജി, IT, ഫിനാൻഷ്യൽ ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ വമ്പിച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. കോഴ്സുകൾക്ക് താരതമ്യേന ദൈർഘ്യം കുറവായ ഇംഗ്ലീഷ് സംസാര ഭാഷയായ ഈ യൂറോപ്യൻ രാജ്യത്ത് സ്കോളർഷിപ്പോടുകൂടി പഠനം പൂർത്തിയാക്കുന്നവർക്ക് ഉയർന്ന എംപ്ലോയ്മെന്റ് റേറ്റുള്ള അയർലൻഡ് ജോബ് മാർക്കറ്റിൽ നിഷ്പ്രയാസം ജോലി ലഭിക്കുന്നു. പ്രതിവർഷം 1.5 ലക്ഷം രൂപയ്ക്ക് യൂറോപ്പിലെ ടോപ്പ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള അവസരമാണ് ഓസ്ട്രിയ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രവുമല്ല വൈഡ് വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്ന ഓസ്ട്രിയ ഒരു ഷെങ്കൻ രാജ്യം കൂടിയാണ്. ഒരു വർഷത്തിൽ 12 മാസം സാലറി ലഭിക്കുന്നതിന് പകരം 14 മുതൽ 15 മാസം വരെ സാലറി ലഭിക്കുന്നു എന്നുള്ളത് ഓസ്ട്രിയയെ വ്യത്യസ്തമാക്കുന്നു. ഒരു ഷെങ്കൻ രാജ്യമായ ഓസ്ട്രിയയിൽ പ്രതിവർഷം 1.5 ലക്ഷം രൂപയ്ക്ക് പഠനം പൂർത്തിയാക്കാനും ശേഷം 29 രാജ്യങ്ങളിലുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നു. നിരവധി ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാമുകളും നല്ല ഡിമാൻഡുമുള്ള എഞ്ചിനീയറിംഗ്, ബിസിനസ്, ഹെൽത്ത് പ്രോഗ്രാമുകളും ഇവിടെ നിലവിലുണ്ട്. നല്ല സാമ്പത്തിക അടിത്തറയും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗുമുള്ള ഓസ്ട്രിയ ഒരു സ്പൗസ് ഫ്രണ്ട്ലി കൺട്രി കൂടെയാണ്. പ്രതിവർഷം 12 മാസം ശമ്പളവും അഡീഷണൽ ബോണസ് ഉൾപ്പെടെ 14 മുതൽ 15 മാസത്തെ വരെ വേതനവും ഇവിടെ ലഭിക്കുന്നു. ഏപ്രിൽ, ഒക്ടോബർ മാസങ്ങളിലാണ് മേജർ ഇൻടേക്ക് ഉള്ളത്. GB എഡ്യൂക്കേഷന് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള പല മുൻനിര ഇൻസ്റ്റിറ്റ്യൂഷനുകളുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഷെങ്കൻ ആക്സസ് ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആകർഷിക്കുന്നു. മാൾട്ട, പോളണ്ട്, ലാറ്റ്വിയ, നെതർലൻഡ്സ്, ഫിൻലൻഡ്, ചെക്ക്, സ്വിറ്റ്സർലൻഡ്, ഹംഗറി എന്നീ രാജ്യങ്ങളാണ് വിദ്യാർത്ഥികൾ യൂറോപ്യൻ യൂണിയനിൽ കൂടുതലായിട്ടും പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. മാൾട്ടയിൽ ഒരു വിദ്യാർത്ഥി തന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മിനിമം 2 വർഷം അവിടെ താമസിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് തന്നെ കോഴ്സിനു വേണ്ടി അടച്ച ഫീസിന്റെ 70% അവർക്ക് തിരികെ നൽകുന്നതാണ്. IELTS നിർബന്ധമില്ല എന്നതും 45% മാത്രം മാർക്കുള്ള വിദ്യാർത്ഥികൾക്കും സ്വീകാര്യതയുണ്ട് എന്നുള്ളതും ട്യൂഷൻ ഫീസും തുടർന്നു വരുന്ന ജീവിത ചിലവും തുലവും കുറവാണ് എന്നതും ആകർഷകമായ ഘടകങ്ങളാണ്. ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഫിൻലൻഡ് ഒരു ഷെങ്കൻ രാജ്യമാണ്. സ്റ്റുഡന്റിന് പാർട്ട് ടൈമായി ആഴ്ചയിൽ 30 മണിക്കൂർ വരെ ജോലി ചെയ്ത് സമ്പാദിക്കുവാനും പഠനശേഷം PR കരസ്ഥമാക്കാനും ജീവിത പങ്കാളിയുമൊത്ത് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനും സാധ്യമാകുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും വികാസം പ്രാപിച്ചതും മികച്ച ജീവിത നിലവാരം ഉള്ളതുമായ ഒരു ഷെങ്കൻ രാജ്യമാണ് നെതർലൻഡ്. ഇവിടെ PR ലഭിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഹോളണ്ട് സ്കോളർഷിപ്പ്, ടിയോ സ്കോളർഷിപ്പ്, ഓറഞ്ച് ട്യൂലിപ്പ് സ്കോളർഷിപ്പ് തുടങ്ങി നിരവധി സ്കോളർഷിപ്പുകൾ ഇവിടുത്തെ സ്റ്റുഡൻസിന് ലഭിക്കുന്നു. ഇതിൽ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒന്നാണ് ഓറഞ്ച് ട്യൂലിപ്പ് സ്കോളർഷിപ്പ്. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ ജീവിത ചെലവുള്ളതും ഷെങ്കൻ വിസ ലഭിക്കുന്നതുമായ ഒരു രാജ്യമാണ് പോളണ്ട്. നിരവധി ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാമുകളുള്ള പോളണ്ടിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡിഗ്രികളും മറ്റു പഠന സൗകര്യങ്ങളും ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നതിന് അവസരങ്ങളേറെയുണ്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും അധികം സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന രാജ്യമാണ് UK. ഇത് മെറിറ്റിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല നൽകി വരുന്നത്. IELTS ഇല്ലാതെ തന്നെ പഠനത്തിനായി പോകാൻ പറ്റുന്ന ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യവുമാണ് UK.
10 ലക്ഷമോ അതിൽ കൂടുതലോ ഭാഗികമായോ മുഴുവനായോ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫണ്ടഡായ സ്കോളർഷിപ്പ് ലഭിക്കുന്ന രാജ്യമാണ് UK. ഗ്രേറ്റ് ബ്രിട്ടൻ സ്കോളർഷിപ്പ്, കോമൺവെൽത്ത് സ്കോളർഷിപ്പ്, വൈസ് ചാൻസലർ സ്കോളർഷിപ്പ് തുടങ്ങി നിരവധി സ്കോളർഷിപ്പുകൾ സ്റ്റുഡൻസിന് ലഭ്യമാണ്. IELTS നിർബന്ധമില്ലാത്ത UK-യിൽ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളും കോഴ്സ് ഓപ്ഷൻസും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു വർഷത്തിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻടേക്സ് ഉള്ള UK-യിൽ നിന്ന് 1 ഇയർ മാസ്റ്റേഴ്സ് ചെയ്യാനും പ്രശസ്തമായ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോലും ലോകോത്തര നിലവാരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാനും അവസരമുണ്ട്. ലോക സമ്പത്തിന്റെ മുഖ്യ സ്രോതസ്സുകളിലൊന്നായ UK ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും ഉന്നത ജീവിത നിലവാരവും വാഗ്ദാനം ചെയ്യുന്നു. വൈവിധ്യമാർന്ന ജനസമൂഹങ്ങളും ശക്തമായ ജോബ് മാർക്കറ്റും UK-ക്ക് കൈമുതലായുണ്ട്. ലണ്ടൻ, ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ, ബ്രിസ്റ്റൽ എന്നിവ ഇവിടുത്തെ പ്രമുഖ നഗരങ്ങളാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അൺലിമിറ്റഡ് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന രാജ്യമാണ് സ്വീഡൻ. മികച്ച യൂണിവേഴ്സിറ്റികളാണ് സ്വീഡന്റെ മറ്റൊരു പ്രത്യേകത. പഠിക്കാൻ പോകുമ്പോൾ സ്റ്റുഡൻറ്റിനൊപ്പം തന്നെ സ്പൗസിനെയും കുട്ടികളെയും കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സ്വീഡന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. സ്വീഡനിൽ IELTS കൂടിയും IELTS ഇല്ലാതെയും അഡ്മിഷൻ നേടാമെന്നുള്ളതും അൺലിമിറ്റഡ് പാർട്ട് ടൈം ജോബ് സാധ്യമാണ് എന്നതും പഠനത്തിനായി ഈ രാജ്യം തന്നെ തിരഞ്ഞെടുക്കുവാൻ സ്റ്റുഡൻസിനെ പ്രേരിപ്പിക്കുന്നു. എഞ്ചിനീയറിംഗ്, IT മേഖലകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഷെങ്കൻ രാജ്യം കൂടിയായ സ്വീഡൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒന്നാണ്. ധാരാളം സ്കോളർഷിപ്പുകളും അതുപോലെ സ്റ്റുഡൻസ് വിസയിന്മേൽ റെസിഡൻസ് പെർമിറ്റും ഇവിടെ അനുവദിക്കുന്നതാണ്. പഠനശേഷം ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് റെസിഡൻസിലേക്ക് മാറാനും സാധിക്കും. മൊത്തം ഫീസിന്റെ 30-50% വരെ സ്കോളർഷിപ്പ് കിട്ടുന്നത് കൊണ്ടും വേതനം മറ്റേത് രാജ്യത്തെക്കാളും കൂടുതലുള്ളത് കൊണ്ടും ഉയർന്ന ജീവിത നിലവാരം, നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉള്ളത് കൊണ്ടും ഓസ്ട്രേലിയ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒരു സ്റ്റുഡന്റിന്റെ മെറിറ്റ് അനുസരിച്ച് 30% മുതൽ 50% വരെ സ്കോളർഷിപ്പും 5 വർഷം വരെ സ്റ്റേ ബാക്ക് ഓപ്ഷനും ലഭിക്കുന്ന രാജ്യമായ ഓസ്ട്രേലിയയുടെ ക്ലൈമറ്റ് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. നിങ്ങളുടെ പങ്കാളിക്കും കുട്ടികൾക്കും നിങ്ങളെ അക്കമ്പനി ചെയ്യാൻ സാധിക്കും വിധം ഓസ്ട്രേലിയ ഒരു PR ഫ്രണ്ട്ലി രാജ്യമാണ്. ഉന്നത നിലവാരമുള്ള ഗ്രൂപ്പ് ഓഫ് 8 പോലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാമെന്നുള്ളതും അതോടൊപ്പം 2 ആഴ്ച കൂടുമ്പോൾ 48 മണിക്കൂറോളം പാർട്ട് ടൈം ജോബ് ചെയ്യാമെന്നുള്ളതും ഇവിടുത്തെ സവിശേഷതയാണ്. ഓസ്ട്രേലിയയിൽ ഫെബ്രുവരി, ജൂലൈ, നവംബർ മാസങ്ങളിലാണ് ഇവിടേക്കുള്ള അഡ്മിഷൻ കൂടുതലായും നടക്കുന്നത്. ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് കാനഡ. അതുകൊണ്ട് തന്നെ ധാരാളം ജോലി അവസരങ്ങൾ അവിടെ ഉണ്ട്. PR ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയും സ്റ്റേ ബാക്ക് നൽകുന്നതുമായിട്ടുള്ളൊരു കൺട്രിയാണ് കാനഡ. IT, എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ്, ഹെൽത്ത് മാത്രമല്ല നഴ്സിങ്ങിന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കൺട്രിയാണ് കാനഡ. കാനഡയിൽ 3 വർഷം വരെ സ്റ്റേ ബാക്ക് ലഭിക്കാൻ അവസരമുണ്ട്. തികച്ചും അഫോർഡബിളായ ഫീസ് സ്ട്രക്ചറുള്ള കാനഡ ഒരു PR ഫ്രണ്ട്ലി രാജ്യവും ധാരാളം ജോലി സാധ്യതകളും പാർട്ട് ടൈം അവസരങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു രാജ്യവുമാണ്. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് ദുബായിയുടേത്. ലോകത്തിലെ പല മികച്ച യൂണിവേഴ്സിറ്റീസിൻ്റെയും ക്യാമ്പസ് ദുബായിലുണ്ട്. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ധാരാളം സ്കോളർഷിപ്സും അഫോർഡബിൾ ഫീസും നൽകുന്ന ഒരു രാജ്യമാണ് ദുബായ്. ഇതിലുപരി ഫുൾ ടൈം ജോബ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള അവസരവും ദുബായ് ഒരുക്കുന്നു. ദുബായിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പഠനത്തോടൊപ്പം ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിച്ച് വേൾഡ് ക്ലാസ് കോഴ്സുകൾ അഫോർഡബിൾ ഫീസിൽ ചെയ്യാൻ ദുബായിൽ അവസരങ്ങളുണ്ട്. UK, ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങളിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളുടെ ഡയറക്റ്റ് ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് ദുബായിൽ നിന്ന് തന്നെ പഠനം പൂർത്തിയാക്കാം. ഇന്റർനാഷണൽ ജോബ് ഹബ് എന്നും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി എന്നും അറിയപ്പെടുന്ന ദുബായ് ലോകത്തിലെ ഏറ്റവും സേഫായ സിറ്റികളിൽ ഒന്നാണ്. ഇന്ത്യയായിട്ട് മ്യൂച്വൽ അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്ന ഒരു കൺട്രിയാണ് ഫ്രാൻസ്. ധാരാളം ട്രിപ്പിൾ അക്രഡിറ്റഡ് ബിസിനസ് സ്കൂൾസ് ഉള്ളൊരു കൺട്രിയാണ്. മാത്രമല്ല ബൈ 2030 30,000 ഇന്ത്യൻ സ്റ്റുഡൻസിനെയാണ് ഫ്രാൻസ് വെൽക്കം ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഒരു ഷെങ്കൻ രാജ്യമായതിനാൽ മറ്റ് 29 രാജ്യങ്ങളിൽ ജോലി നേടാമെന്നുള്ളതും IELTS ഇല്ലാതെ ട്രാവൽ ചെയ്യാമെന്നുള്ളതും ധാരാളം ട്രിപ്പിൾ ക്രൗൺ ബിസിനസ് സ്കൂളുകൾ ഉള്ളതുമെല്ലാം ഫ്രാൻസിനെ
മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഫ്രാൻസ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ വളരെ ഹാർദമായിട്ടാണ് ആ രാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. പ്രമുഖരായ ഇന്റർനാഷണൽ കോർപ്പറേറ്റുകൾ ധാരാളമുള്ള രാജ്യമായതിനാൽ പെയ്ഡ് ഇന്റേൺഷിപ്പുകൾ കൂടുതലായി ലഭിക്കുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ലോകത്തിലെ 4ാമത്തെ വലിയ സ്റ്റഡി അബ്രോഡ് ഡെസ്റ്റിനേഷനായി ഫ്രാൻസിനെ ആഗോള വിദ്യാർത്ഥി സമൂഹം പരിഗണിക്കുന്നത്. സ്കിൽഡ് മൈഗ്രൻ്റ് കാറ്റഗറിയിൽ ധാരാളം തൊഴിലവസരങ്ങളുള്ള ന്യൂസിലാൻഡിൽ സ്റ്റുഡൻസിന് PR കിട്ടുന്നതിനൊപ്പം പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും PR കിട്ടുന്ന ഒരേ ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫീ പേയ്മെൻറ്റ് നമുക്ക് വിസയുടെ കൺഫർമേഷൻ, അതായത് വിസ കിട്ടുമോ ഇല്ലയോ എന്നറിഞ്ഞതിന് ശേഷം മാത്രം പേ ചെയ്താൽ മതിയാകും. മോഡറേറ്റ് ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണ് ന്യൂസിലാൻഡിലുള്ളത്. ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയുള്ളതും നല്ല സമാധാനാന്തരീക്ഷമുള്ളതുമായ ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്. വളരെയധികം PR ഫ്രണ്ട്ലി ആയ ന്യൂസിലൻഡ് ഏറെ ഡിപെൻഡന്റ് ഫ്രണ്ട്ലി കൂടിയായ രാജ്യവുമാണ്. ഇവിടെ നിന്ന് വിസ പ്രോസസ്സിംഗിൽ കോൺഫർമേഷൻ ലഭിച്ചതിനു ശേഷം മാത്രമേ ഫീസ് അടയ്ക്കേണ്ടതുള്ളൂ എന്നതും ഏറ്റവും മികച്ച ജീവിത സൗകര്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതകളാണ്. മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് വളരെ അനുയോജ്യമായ ഒരു പ്രൊഫഷനാണ്. നേഴ്സസ്, എസ്പെഷ്യലി നേഴ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേഴ്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഏഞ്ചൽസ് ഓഫ് ഗോഡ് എന്നാണ് നേഴ്സസിനെ പറയുന്നത്, അതായത് ഭൂമിയിലെ മാലാഖമാർ. ഇത്രത്തോളം ഉത്തരവാദിത്തമുള്ളൊരു പ്രൊഫഷൻ തന്നെയാണ്. നമ്മൾ പല രാജ്യങ്ങളിലും നേഴ്സിങ്ങും MBBSഉം അഡ്മിഷന് വേണ്ടിയിട്ട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. GB എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഏറ്റവും അധികം അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ ഏറ്റവും ചെലവ് ചുരുങ്ങിയ രാജ്യങ്ങളിൽ, നമ്മളുടെ ഇന്ത്യയിൽ പഠിക്കുന്ന പോലെ തന്നെ മലേഷ്യ, ഹംഗറി, ജോർജിയ എന്നീ രാജ്യങ്ങളിലും, കൂടാതെ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK, കാനഡ എന്നീ രാജ്യങ്ങളിലും നഴ്സിംഗ് ആൻഡ് MBBS പ്രൊഫഷന് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നു. ഒരു സ്റ്റുഡൻറ്റിന് തൻ്റെ തൊഴിലിലോ പഠനത്തിലോ എന്തെങ്കിലും കണ്ടിന്യൂറ്റി പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ ജോർജിയയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നു. 27 വയസ്സുവരെ പ്രായമുള്ളവരെയും പരിഗണിക്കുന്നു എന്നതും IELTS നിർബന്ധമില്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതകളാണ്. 50% അതിൽ കൂടുതലോ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കും ഇവിടെ സ്വീകാര്യതയുണ്ട്. സോഴ്സ് ഓഫ് ഇൻകം, മെച്യൂർഡ് ഫണ്ട് എന്നിവ നഴ്സിംഗ് പഠനത്തിനായി ഇവിടെ കാണിക്കേണ്ടതില്ല. സെമസ്റ്റർ വൈസായി ഫീസ് നൽകുവാനും വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യുവാനും ഇവിടെ യാതൊരു തടസ്സവുമില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. മലേഷ്യ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏഷ്യൻ കൺട്രി ആയതിനാൽ പഠന കാര്യങ്ങൾക്കോ മറ്റാശയവിനിമയങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും വിദ്യാർത്ഥികൾക്കുണ്ടാകുന്നില്ല. IELTS നിർബന്ധമില്ലാത്ത ഈ രാജ്യത്ത് തൊഴിലിലോ പഠനത്തിലോ ഒരു വ്യക്തിക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ വിശദീകരണം നൽകണമെന്നില്ല എന്നതും 12th സ്റ്റാൻഡേർഡിൽ മാത്സ് സബ്ജക്ട് പഠിച്ചിരിക്കണം എന്ന നിബന്ധനയില്ല എന്നതും ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. മലേഷ്യയിൽ 3 വർഷത്തെ പഠനശേഷം 1 വർഷം പെയ്ഡ് ഇന്റേൺഷിപ്പും ലഭിക്കുന്നതാണ്. IELTS ഇല്ലാതെ തന്നെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഹംഗറി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഒരു ഷെങ്കൻ രാജ്യമായതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നത് ധാരാളം വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സ്റ്റേ ബാക്ക് ഓപ്ഷനും ലഭ്യമാണ്. വിദേശ പഠനത്തിനായി ലോൺ ആവശ്യമെങ്കിൽ അതിനായി വേണ്ടിവരുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും വേഗത്തിലും കാര്യക്ഷമമായും നിർവഹിക്കാൻ GBയിൽ ഒരു ഇൻഹൗസ് ലോൺ ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു സീനിയർ മാനേജർ തന്നെ ലോണിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സ്റ്റുഡന്റിന് വിശദീകരിച്ചു കൊടുക്കുന്നു. വിദേശ പഠന രംഗത്ത് കഴിഞ്ഞ 25 വർഷത്തിലേറെ പാരമ്പര്യമുള്ള GB എഡ്യൂക്കേഷന് നാഷണലൈസ്ഡ് ബാങ്കുകളുമായി കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ്ലി ലോൺ ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ സംബന്ധമായിട്ടുള്ള എല്ലാ ക്യൂറീസിനും നിങ്ങളുടെ ലോൺ പെട്ടെന്ന് സാങ്ഷൻ ചെയ്യുന്നതിനും GB എഡ്യൂക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നു. ഏത് കോഴ്സ് എടുക്കണം, ഏതു രാജ്യത്ത് പഠിക്കണം എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അടുത്ത നടപടി വിസ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിലേക്കുള്ള വിസ പ്രോസസ് ചെയ്യാൻ ആവശ്യമായി വരുന്ന ഡോക്യുമെന്റിന്റെ വിശദാംശങ്ങൾ, അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ട സമയം, മോക്ക് ഇന്റർവ്യൂ സെഷൻസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് സപ്പോർട്ട് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ലഭ്യമാകുന്നു. 100% സക്സസ് റേറ്റുള്ള
GB-യുടെ വിസ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ സമയോചിതമായ പ്രവർത്തനം വിദ്യാർത്ഥികൾക്ക് ഒരു ഘട്ടത്തിലും ഒരാശങ്കയും ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നു. അപ്പം പറഞ്ഞിടത്തോളം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി എയർ ടിക്കറ്റ് കാര്യങ്ങളിൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? എയർ ടിക്കറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ലതും കമ്പാരിറ്റീവ്ലി ചിലവ് കുറഞ്ഞതുമായ ടിക്കറ്റ്സ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. GB-യുടെ സിസ്റ്റർ കൺസേൺ ആയ M&G ഹോളിഡേയ്സിന്റെ എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിലൊരു സ്റ്റുഡന്റിന് ലഭിക്കുന്നു. ഇനി മകന്റെ പഠനശേഷം ഇമിഗ്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും GB-യുടെ തന്നെ സ്ഥാപനമായ M&G ഇമിഗ്രേഷൻ വഴി മകന് PR-ന് വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും ലഭിക്കും. വിദേശയാത്ര ആരംഭിക്കും മുൻപ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രീ ഡിപ്പാർച്ചർ സെഷൻ അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒന്നാണ്. GB-യുടെ ഓരോ സ്റ്റുഡന്റും വിദേശ രാജ്യത്തെത്തിയ ശേഷമുള്ള എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും അക്കോമഡേഷൻ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതിനു പുറമെ വർക്ക് പെർമിറ്റിന് വേണ്ടി വരുന്ന സപ്പോർട്ടും ഇവർ നൽകുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഐ വിൽ ബി ദ സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ യു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. അതെ, അപ്പോൾ എല്ലാവരുടെയും ടെൻഷൻ മാറില്ലോ അല്ലേ? അതെ, എല്ലാ പ്രോസസ്സും ഇവിടെ തന്നെ ആയതുകൊണ്ട് ഒന്നിനൊരു കൺഫ്യൂഷൻ ഇല്ല. ഓ, ഇപ്പഴാ എനിക്കൊന്ന് സമാധാനമായത്. GB-യിൽ വന്നത് എന്താണെങ്കിലും ഒരു നല്ല തീരുമാനമായി. GB എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 35 രാജ്യങ്ങളിലായിട്ട് 950ഓളം യൂണിവേഴ്സിറ്റികളുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവും ഏതാണ്ട് 25 കൊല്ലത്തിൽ മൂളെ പ്രവർത്തന പരിചയം ഏതാണ്ട് 3 ലക്ഷത്തിലധികം കുട്ടികളെ ഇതുവരെ ഗ്ലോബലി പ്ലേസ് ചെയ്യാൻ GB എഡ്യൂക്കേഷൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയധികം രാജ്യങ്ങളും ഇത്രയധികം കോഴ്സ് ഓപ്ഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു കുട്ടി അവരുടെ കരിയർ ഗൈഡൻസിനായി നമ്മളെ സമീപിക്കുമ്പോൾ നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ, അതായത് നമുക്ക് ആ കുട്ടികൾക്കുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനകത്ത് ഒരു ലിമിറ്റേഷൻസ് ഇല്ല. ബിക്കോസ് ഏത് രാജ്യമാണെങ്കിലും ഏത് പർട്ടിക്കുലർ കോഴ്സാണ് വേണ്ടതെന്ന് വെച്ചാലും അതിന് നമ്മൾ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആയ കാരണം അതിന് നമുക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ കുട്ടികൾക്ക് കോഴ്സ് ഓപ്ഷൻ കൊടുക്കാനുള്ള എക്സ്പേർട്ട് ടീം GB എഡ്യൂക്കേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങൾക്കും ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അവരുടെ റാങ്കിങ് വെച്ചിട്ടാണ് സ്കോളർഷിപ്പ് അവർ കൊടുക്കുന്നത്. അപ്പം സ്കോളർഷിപ്പ് നമ്മൾക്ക് ഒരു കുട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും കൊല്ലങ്ങളിൽ നമ്മുടെ പ്രവൃത്തി പരിചയം കാരണം നമ്മൾ ഒരു കുട്ടി വരുമ്പോൾ അവരുടെ പ്രൊഫൈൽ കേൾക്കുമ്പോൾ അറിയാം ഈ കുട്ടിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ സ്കോളർഷിപ്പിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും എന്ന് പറയുകയും ആ കുട്ടീനെ റൈറ്റ് പാത്തിലോട്ട് ഗൈഡ് ചെയ്യാനും അതുവഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടം ആ കുട്ടിക്കും കുടുംബത്തിനും ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. അത് സാധിക്കുന്നുമുണ്ട്. ഇത് പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം വേൾഡ് റാങ്കിൽ തന്നെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന കീൽ യൂണിവേഴ്സിറ്റിയിൽ 3 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് 10 ലക്ഷം സ്കോളർഷിപ്പ് കിട്ടിയതിനകത്ത് 2 കുട്ടികൾ GB എഡ്യൂക്കേഷൻ്റെ കുട്ടികളായിരുന്നു. അതൊരു വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കരുതുന്നു. 10 രാജ്യങ്ങളിലായിട്ട് 70-ലേറെ ഓഫീസുകളുള്ള ഒരു സ്ഥാപനമാണ് GB എഡ്യൂക്കേഷൻ. കേരളത്തിൽ മാത്രം ഏതാണ്ട് 17 ഓഫീസുകൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മിക്ക ജില്ലകളിലും ഞങ്ങളുടെ പ്രസൻസ് ഉണ്ട്. GB എഡ്യൂക്കേഷൻ്റെ ഇത്രയും കൊല്ലത്തെ പ്രവർത്തന പരിചയം വെച്ച് നമ്മൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ 7-8 ബാങ്കുകളുമായിട്ട് നമ്മൾ വി ആർ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക്സ്. സോ നമുക്ക് തന്നെ ഒരു ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ വരുമ്പോൾ ആ കുട്ടി നമ്മളോട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഫൈൽ സക്സസ് ചെയ്ത ശേഷം ഓരോ ബാങ്കിനും അവരുടെ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഏത് നോംസിലാണ് ആ കുട്ടീനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കി ആ ബാങ്കിന് ആ പ്രൊഫൈൽ കൊടുത്ത് അവർക്ക് ലോൺ അപ്രൂവ് ആക്കിക്കുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ ചെയ്തു പോകുന്നത്. സാധാരണ സംഭവിക്കുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 1-2 ബാങ്കുകളുമായിട്ട് ടൈപ്പ് ഉള്ളെങ്കിൽ ചിലപ്പോൾ ആ പ്രൊഫൈൽ നമ്മൾ 1 മാസം 2 മാസം വർക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ലോൺ കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത്. ആ കുട്ടിയുടെ ചിലപ്പം ആ ഒരു 6 മാസമോ 1 കൊല്ലത്തെ ഒരു കരിയർ തന്നെ അതിനകത്തൊരു മാറ്റം വരുത്താം. പ്രൊവൈഡഡ് ആ കുട്ടി ബാങ്ക് ലോൺ നോക്കിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരോട് അസസ്മെൻറ്റ് ടീമിനോട് സംസാരിച്ച് റൈറ്റ് ബാങ്കിൽ അത് പ്ലേസ് ചെയ്താൽ മാത്രമേ സക്സസ്ഫുള്ളാക്കി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ളൊരു എക്സ്പേർട്ട് ടീം GB-യുടെ ഹെഡ് ഓഫീസ് ഇവിടെ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ.
സോ നിങ്ങൾക്ക് അവരുടെ സേവനം ഉപയോഗിക്കാവുന്നതാണ്. GB എഡ്യൂക്കേഷണൽ സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളോട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങൾക്ക് രജിസ്ട്രേഷൻ വളരെ ഫീസ് എന്ന് പറയുന്നത് 0 ആണ്. ഞങ്ങൾ ചില രാജ്യങ്ങളിൽ മാത്രമേ രജിസ്ട്രേഷൻ ഫീസ് കളക്ട് ചെയ്യാറുള്ളൂ. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു സ്റ്റുഡൻറ്റിനെ പിന്നെ കേറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5-6 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ടാണ്. അതിനകത്തൊരു പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൗൺസിലർ ഉണ്ടാവും, ഒരു ആപ്ലിക്കേഷൻ സ്റ്റാഫ് ഉണ്ടാവും, ഒരു ഫീ പേയ്മെൻറ്റ് കോർഡിനേറ്റർ ഉണ്ടാവും, ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ടാവും, ഒരു വിസ സ്റ്റാഫ് ഉണ്ടാവും, പിന്നെ ഒരു സീനിയർ മാനേജർ ഉണ്ടാവും. ഇങ്ങനെ ഒരു 6-7 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവരെ കയറ്റി ചെയ്യുന്നത്. കുട്ടികൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ട്രാവൽ വിങ് ആയിട്ടുള്ള MNG ഹോളിഡേയ്സിലോട്ട് ഇവരുടെ എൻക്വയറി കൊടുക്കുകയും അവർക്ക് നമുക്ക് കഴിയുന്നതും ബെസ്റ്റ് റേറ്റ് നമ്മൾ കുട്ടികൾക്ക് ഓഫർ ചെയ്യും. കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലുള്ള റേറ്റ് കൊടുക്കാൻ സാധിക്കുന്ന കാരണം 90% കുട്ടികൾ നമ്മളോട് തന്നെ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. കാനഡയിൽ നമുക്ക് ടൊറൻറ്റോ ഡൗൺ ടൗണിൽ നമുക്ക് ഒരു ഓഫീസുണ്ട്. സോ കാനഡയിൽ പോകുന്ന സ്റ്റുഡൻസിന് അവിടുത്തെ PR അല്ലെങ്കിൽ അവിടുത്തെ ചെന്ന് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ അവരുടെ കൺവേർഷൻസ് ടു അതർ കോളേജ് പല കാര്യങ്ങൾക്കും നമ്മുടെ ലോയേഴ്സ് വി ഹാവ് ലൈക്ക് 2 lawyers ബാരിസ്റ്റേഴ്സ് ഇൻ കാനഡ ഓഫീസ്. സോ അവരുടെ സേവനം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. പല സേവനങ്ങളിലും നമ്മൾ സ്റ്റുഡൻറ്റ് സ്റ്റഡി പ്രോഗ്രാമിന് നമ്മൾ വഴിയാണ് പോകുന്നെങ്കിൽ നമ്മുടെ ലോയേഴ്സ് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് അവിടെ ചെന്ന ശേഷം ആവശ്യം വരികയാണെങ്കിൽ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ അവർ ചെയ്ത് കൊടുക്കാൻ ഒരു ധാരണ ഞങ്ങൾ തമ്മിലുണ്ട്. GB എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ്. അത് ആക്ച്വലി ഒരു കുട്ടികളുടെ ഭാവി നമ്മളുടെ അടുത്ത് വരുന്ന കുട്ടികളുടെ ഭാവി നിശ്ചയിക്കുന്നത് നമ്മളോട് വർക്ക് ചെയ്യുന്ന സീനിയർ ലെവൽ മാനേജേഴ്സോ കൗൺസിലേഴ്സാണ്. അപ്പോൾ അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മോട്ടീവാണ് നമ്മുടെ അൾട്ടിമേറ്റ് ബിസിനസ് എയിം എന്ന് പറയുന്നത്. ഈ കുട്ടികൾ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് അവരുടെ പ്രൊഫൈൽ സ്റ്റഡി ചെയ്ത് കറക്റ്റായിട്ടൊരു കൺട്രിയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു എംപ്ലോയിയും ഇവിടെ ജോലിക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്ന ഒരു അഡ്വൈസ്. ജോലി എന്നതിലുപരി ഇതൊരു പാഷൻ ഉണ്ടാവണം. അതായത് ഇത് നമ്മുടെ ഒരു പ്രവൃത്തി കാരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു അഡ്വൈസ് കാരണം ഒരു കുട്ടിയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ അതിനകത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഫീൽഡിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയോട് ജോയിൻ ചെയ്യുക എന്നാണ് ഞാൻ എല്ലാ എംപ്ലോയീസിനോടും അവരുടെ ജോലി അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു മെയിൻ അഡ്വൈസ്. സോ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ മീഡിയകളിലും പ്രിൻറ്റ് മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ അഡ്വർടൈസ് ചെയ്യും. എന്നിരിക്കലും ഒരു 80% ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഞങ്ങൾ വഴി പോയ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്ന റെഫറൻസ് മാത്രമാണ്. ആ റെഫറൻസിൽ നിന്ന് തന്നെ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോഴതും ഒരുപാട് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഞങ്ങളുടെ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ വിടുന്ന സ്റ്റുഡൻസ് തന്നെയാണ് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നു. അപ്പം ആ ഒരു ഉറപ്പ് ഇവിടെ വരുന്ന ഏത് സ്റ്റുഡൻസിനും കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് എൻ്റെ ഒരു ഉറപ്പാണ്.